മോദി അമേരിക്കയിൽ ചെന്ന് ട്രംപിനെ കണ്ട് കാൽക്കൽ വീണ് കഴിഞ്ഞ് തിരിച്ചു വന്നിട്ടും മോദിയെയും കൂട്ടരെയും അപമാനിക്കുന്നത് തുടർന്നുകൊണ്ടിരിക്കുകയാണ് മൈ ഫ്രണ്ടിന്റെ അമേരിക്ക. മോദി തിരിച്ചു വന്നതിന് ശേഷം 2 മിലിറ്ററി ഫ്ലൈറ്റുകളാണ് ഇന്ത്യക്കാരെ ചങ്ങലയ്ക്ക് ഇട്ട് കൂച്ചിക്കെട്ടി ഇന്ത്യയിൽ കൊണ്ടുവന്നിറക്കിയത്. ഇപ്പോൾ ഇതാ ലേറ്റസ്റ്റ് ആയി മൊദാനിക്കെതിരെയുള്ള വാറണ്ട് സമർപ്പിക്കുന്നതിൽ മോദി സർക്കാർ സഹകരിക്കണം എന്ന് പറഞ്ഞ് ന്യൂയോർക്ക് ജില്ലാ കോടതി മോദി സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. 2024 നവംബർ 20-ാം തീയതിയാണ് US ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജസ്റ്റിസും FBI-യും ചേർന്ന് മൊദാനിക്കെതിരെ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചത്. അമേരിക്കൻ നിക്ഷേപകരിൽ നിന്ന് പണം പിരിച്ച് ഇന്ത്യയിലെ ഗവൺമെന്റ് ഒഫീഷ്യൽസിന് $250 മില്യൺ, അതായത് ഏതാണ്ട് 2400 കോടിയോളം രൂപ കൈക്കൂലി കൊടുത്തതിനാണ് അദാനിക്കും മരുമകനും അദാനി കമ്പനികളിലെ മുതിർന്ന ഉദ്യോഗസ്ഥർക്കും എതിരെ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചത്. അമേരിക്കയിലെ നിയമവ്യവസ്ഥ അനുസരിച്ച് ഒരാൾക്കെതിരെ കേസ് ചാർജ് ചെയ്യണമെങ്കിൽ സംശയമില്ലാതെ തെളിയിക്കാൻ പറ്റുന്ന വ്യക്തമായ തെളിവുകൾ വേണം. അതായത് ഇത് വെറും അന്വേഷണം പ്രഖ്യാപിക്കലല്ല, മറിച്ച് അന്വേഷണത്തിന് ശേഷം വ്യക്തമായ തെളിവുകൾ കണ്ടെത്തി കുറ്റം ചാർജ് ചെയ്യാൻ തക്കതായ തെളിവുകൾ ഉണ്ട് എന്ന് കണ്ടെത്തിയതിനു ശേഷം കേസ് ചാർജ് ചെയ്തതാണ്. ഗൗതം അദാനി, മരുമകൻ സാഗർ അദാനി, അദാനി കമ്പനികളുടെ എക്സിക്യൂട്ടീവുകളായ വിനീത് ജെയിൻ, രഞ്ജിത്ത് ഗുപ്ത, രൂപേഷ് അഗർവാൾ, സിറിൽ കബാനസ്, സൗരഭ് അഗർവാൾ, ദീപക് മൽഹോത്ര എന്നിവർക്കെതിരെയാണ് 5 കൗണ്ട് ക്രിമിനൽ കുറ്റം ചാർത്തിയത്. അമേരിക്കയിലെ നിക്ഷേപകരെ ഡീഫ്രോഡ് ചെയ്തുകൊണ്ട് വലിയ ലാഭം ഉണ്ടാക്കുന്ന കോൺട്രാക്റ്റുകൾ ലഭിക്കുന്നതിനു വേണ്ടി മോദി ഗവൺമെന്റിന്റെ കീഴിലുള്ള ഒരു കമ്പനിയുടെ സഹായത്തോടെ ഇന്ത്യയിലെ ഗവൺമെന്റ് ഉദ്യോഗസ്ഥർക്ക് കോഴ കൊടുക്കുന്നതിനുള്ള വലിയ പദ്ധതിയാണ് മൊദാനിയും കൂട്ടരും തയ്യാറാക്കിയത്. മോദി അമേരിക്കയിൽ ചെന്നപ്പോൾ ഒരു അമേരിക്കൻ ലേഖകൻ അദാനിക്കെതിരെയുള്ള ഈ കേസിനെ കുറിച്ച് ട്രംപുമായി സംസാരിച്ചോ എന്ന് ചോദിച്ചപ്പോൾ മോദി സർവ്വ കൺട്രോളും വിട്ട് കോമാളി കളിച്ചത് നിങ്ങൾ കണ്ടു കാണും. ആ രസകരമായ സംഭവം ഒന്നുകൂടി കണ്ടുകൊള്ളൂ. Can I ask whether you discussed at all today the case of Gautam Adani, who's one of the wealthiest men in Asia and perceived as an ally of Prime Minister Modi? Prime Minister Modi, have you asked the President to take action on that case? Thank you. पहली बात है, भारत एक लोकतांत्रिक देश है और हमारे संस्कार, हमारी संस्कृति वसुधैव कुटुंबकम की है. हम पूरे विश्व को अपना एक परिवार मानते हैं. हर भारतीय को मैं अपना मानता हूं. दूसरी बात है, ऐसे व्यक्तिगत मामलों के लिए 2 देश के मुखिया न मिलते हैं, न बैठते हैं, न बात करते हैं. അദാനിയുടെ കേസിനെ കുറിച്ച് ട്രംപുമായി സംസാരിച്ചോ എന്ന് ചോദിച്ചപ്പോൾ കൈകണ്ട് ഒരുമാതിരി വൃത്തികെട്ട ആംഗ്യം കാണിച്ച് മോദി പറയുന്നത് എല്ലാ ഇന്ത്യക്കാരെയും സ്വന്തക്കാരായിട്ടാണ് താൻ കാണുന്നത്. മൊദാനി തന്റെ സ്വന്തമാണ്, ഇത് തന്റെ വ്യക്തിപരമായ കാര്യമാണ്. ഇന്ത്യ വസുദൈവ കുടുംബകത്തിലാണ് വിശ്വസിക്കുന്നത്. ലോകം മൊത്തം മോദിയുടെ കുടുംബമാണ്. ഇത്തരം കാര്യങ്ങൾ 2 രാജ്യങ്ങളിലെ ഭരണാധികാരികൾ കൂടുമ്പോൾ സംസാരിക്കില്ല എന്നൊക്കെയാണ് മോദി പറയുന്നത്. എന്താണ് മോദി പറഞ്ഞതെന്ന് മോദിക്കും അറിയില്ല, കേട്ടവർക്കും അറിയില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മോദി തിരിച്ച് ഇന്ത്യയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ അമേരിക്ക മൊദാനിക്കെതിരെ വാറണ്ട് സെർവ് ചെയ്യുന്നതിന് വേണ്ടി മോദി സർക്കാരിന്റെ സഹായം തേടിയിരിക്കുന്നത്. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് കമ്മീഷന്റെ ലെറ്റർ പാഡിലുള്ള ഈ ലെറ്ററിൽ ന്യൂയോർക്ക് ഈസ്റ്റേൺ ജില്ലാ കോടതി ജഡ്ജിയോട് SEC നൽകിയിരിക്കുന്ന അപ്ഡേറ്റ് ആണ് ഇത്. മദാനിക്ക് വാറണ്ട് സമർപ്പിക്കാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിലെ പ്രതികളായ മൊദാനിയും കൂട്ടരും ഇന്ത്യയിലാണ്. അതിനാൽ മോദി ഗവൺമെന്റിന്റെ അധികാരികളോട് മൊദാനിക്കും കൂട്ടർക്കും ഈ വാറണ്ട് സെർവ് ചെയ്യുന്നതിൽ സഹകരിക്കണം എന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. ഈ ഫെബ്രുവരി 11-ാം തീയതി ട്രംപ് ഒരു എക്സിക്യൂട്ടീവ് ഓർഡർ ഇറക്കി 1977 ഫോറിൻ കറപ്റ്റ് പ്രാക്ടീസ് ആക്ട് തൽക്കാലം മരവിപ്പിച്ചിരിക്കുന്നു. ഇത് കേട്ട് ഇന്ത്യയിലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടി മൊദാനിയുടെ NDTV അദാനിക്കെതിരെയുള്ള കേസ് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ റദ്ദാക്കിയെന്നും പറഞ്ഞ് ഫേക്ക് ന്യൂസ് പ്രചരിപ്പിച്ചിരുന്നു. എന്നാൽ FCPA എന്ന ഈ നിയമം അമേരിക്കൻ കമ്പനികൾ വിദേശ രാജ്യങ്ങളിൽ ബിസിനസ് ചെയ്യുന്നതിന് വേണ്ടി ആ രാജ്യങ്ങളിലെ അധികാരികൾക്ക് കൈക്കൂലി കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടതാണ്. ഉദാഹരണത്തിന് അമേരിക്കൻ കമ്പനിയായ വാൾമാർട്ട് ഇന്ത്യയിൽ ബിസിനസ് നടത്തുന്നതിന് വേണ്ടി ഇന്ത്യൻ അധികാരികൾക്ക് കൈക്കൂലി കൊടുത്താൽ അവർക്കെതിരെ അമേരിക്കയിൽ നിയമ നടപടി എടുക്കുന്നതിനുള്ളതാണ് ഈ FCPA എന്ന നിയമം. അല്ലാതെ വിദേശ കമ്പനികൾ അമേരിക്കൻ നിക്ഷേപകരെ കബളിപ്പിക്കുന്ന കേസുകളുമായി ബന്ധപ്പെട്ടതല്ല. അമേരിക്കൻ കമ്പനികൾ ഫോറിൻ രാജ്യത്ത് കൈക്കൂലി കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടതാണ് ഇത്. അദാനി ഇങ്ങനെ ഫേക്ക് ന്യൂസ് കൊടുത്തപ്പോൾ അദാനിക്കെതിരെയുള്ള കേസ് FCPAയുടെ
കീഴിലല്ല, മറിച്ച് സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് കമ്മീഷനും ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജസ്റ്റിസും ആണ് അദാനിക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. അതിനാൽ അദാനിക്കെതിരെയുള്ള അറസ്റ്റ് വാറന്റിൽ ഒരു മാറ്റവുമില്ല എന്നും ആളുകൾ ചൂണ്ടിക്കാട്ടിയിരുന്നു. അദാനിക്കെതിരെയുള്ള വാറന്റ് സമർപ്പിക്കുന്നതിന് കേന്ദ്ര നിയമമന്ത്രിയുടെ സഹായമാണ് അമേരിക്കൻ കോടതി തേടിയിരിക്കുന്നത്. ഇന്ത്യ ടുഡേയുടെ ഈ വാർത്തയിലും ഇതാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഓരോ ദിവസം ചെല്ലുന്തോറും മോദിയുടെ അമേരിക്കയുമായുള്ള ബന്ധങ്ങൾ തകർന്ന് തരിപ്പണമായിക്കൊണ്ടിരിക്കുകയാണ്. എന്ത് വില കൊടുത്താലും അദാനിയെ വിട്ടുകൊടുക്കാൻ മോദി തയ്യാറാകില്ല എന്ന് 100% ഉറപ്പാണ്. അത് ഇന്ത്യ മുഴുവനും അമേരിക്കയ്ക്ക് തീരെഴുതി കൊടുക്കേണ്ടി വന്നാലും തന്റെ സ്വന്തം എന്ന് മോദി പറയുന്ന മൊദാനിയെ 100% സംരക്ഷിക്കും. ഇതിന്റെ തിക്തഫലങ്ങൾ അനുഭവിക്കാൻ പോകുന്നത് നോൺ ബയോളജിക്കൽ ദൈവത്തിന് വോട്ട് ചെയ്ത മന്ദഭക്തർ മാത്രമല്ല, ഇന്ത്യയിലെ എല്ലാവരുമാണ് എന്നുള്ളതാണ് വലിയ സങ്കടം.